ഷാനിക്ക, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്നോടോ? ശരത് സാറ് സൂപ്പർ സ്റ്റാറിൽ വന്നപ്പോ നമ്മുടെ ഈ ഫ്ലോറില് ആദ്യം പാടിയ പാട്ട് ഏതാണ്? ഞാനോ? എനിക്കോലും ഓർമ്മയില്ല. ശരത്തേട്ടൻ ഈ ഫ്ലോറിൽ വന്നപ്പോഴോ? ഫസ്റ്റ് ടൈം വന്നപ്പോഴോ? ഫസ്റ്റ് വന്നപ്പോ നമ്മളൊരു പാട്ട് പാടിച്ചു. ഓക്കെ, അത് ഏത് പാട്ടാ? അദ്ദേഹത്തിന്റെ തന്നെ പാട്ടാണോ? അങ്ങനെ അറിയോ ഇല്ലേന്ന് പറഞ്ഞാൽ മതി. അറിയില്ല. ഇല്ല, ഓർമ്മയില്ല. ഹരിച്ചേട്ടൻ ഏത് പാട്ടാ പാടിയെന്ന് ഓർമ്മയുണ്ടോ? അതും ഓർമ്മയില്ല. ഹരിച്ചേട്ടൻ ഏത് ഷെഡ്യൂളാണ് ഇവിടുന്ന് പോയെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഷെഡ്യൂൾ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ അറിയില്ല, അതെന്ന് പറയണ്ട. എന്നാ ശരത് ചോദിക്കാം. നിങ്ങള് വലിയ മറ്റേ അണ്ണാച്ചി കിണ്ണാച്ചി ബന്ധമൊക്കെയാണല്ലോ. ശ്രീനിവാസ് സാർ വന്നപ്പോ ഏത് പാട്ട് ആദ്യം പാടിയെന്ന് ഓർമ്മയുണ്ടോ? ആ ഒരു പാട്ട് തന്നെ ഫസ്റ്റ്. എന്താ പാട്ട്? ഇല്ലെങ്കിൽ എന്ത് പാട്ടാണ്? ഇല്ല, ഓർമ്മയില്ല. ഓക്കെ, 50ാമത്തെ എപ്പിസോഡിൽ മുത്തുപോലെ തത്തപോലെ. ചേച്ചിക്ക് ഓർമ്മയുണ്ട്? അതല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ 50th എപ്പിസോഡിൽ ആരൊക്കെ ഇവിടെ പെർഫോം ചെയ്തു ഓർമ്മയുണ്ടോ? അത് കൊറേ ഉണ്ടായിരുന്നല്ലോ. നമ്മള് പോയിട്ടൊക്കെ നിങ്ങൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പോട്ടെ, പ്രായം കൂടിയല്ലേ, ഓർമ്മ വെക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാ ഈ സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് ആരാ പാടിയെന്ന് ഓർമ്മയുണ്ടോ? മറ്റേ ഇപ്പൊ ഔട്ടായി പോയ കുട്ടി. കഴിഞ്ഞ ഷെഡ്യൂൾ ഔട്ടായി പോയ ഒരെണ്ണം കറക്റ്റ്. അത് ആ കുട്ടിന്റെ പേര് പറഞ്ഞു. ചോദിക്കൊന്നൂടെ. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ സ്റ്റാറിന്റെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ആരായിരുന്നു? ദേവിക. അത് ദേവിക, അതെനിക്ക് ഓർമ്മ. വെരി ബാഡ്. അല്ല, ഞാൻ കണ്ടു. ദേവിക അല്ല. അല്ലേ? ഭദ്രയാണോ പാടിയത്? അയ്യ, അതും പോയി. പോയി. ഇതൊന്നും ഓർമ്മയില്ല. എന്നാ പിന്നെ ആദ്യത്തെ ഗോൾഡൻ അടിച്ചത് ദേവിക. അതൊക്കെ ഇതൊന്നും ഓർമ്മയില്ല നിങ്ങൾക്ക് ആർക്കും. വളരെ മോശം. നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എന്നാ ഇതെല്ലാം ഓർമ്മയുള്ള ഒരാളുണ്ട്. സതീഷേട്ടൻ. ഓർമ്മയില്ല. ഇവിടെയുള്ള ആർക്കും ഇത് ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. ഏതൊക്കെ എപ്പിസോഡിൽ ആരൊക്കെ പാടി, എത്രാമത്തെ എപ്പിസോഡിൽ ആരൊക്കെ പാടി, ഏതൊക്കെ പാട്ട് പാടി, ഷാനിക്കയുടെ പാട്ട്, ശരത് സാർ ഏതൊക്കെ പാടി, ഹരിച്ചേന ഏതൊക്കെ പാടി, ഞാൻ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി, ഇതെല്ലാം അറിയുന്ന ഒരാള്. സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻ. ഓ മൈ ഗോഡ്, അത്ഭുതല്ലേ? നമുക്കൊക്കെ ഇത്രേ ഓർത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. വിളിക്കട്ടെ ഞാൻ. ആദിത്യൻ എന്നാണ് ആളുടെ പേര് കേട്ടാ. ആദിത്യൻ വന്നിട്ടുണ്ട്. ആദിത്യൻ ബ്ലൈൻഡ് ആണ്, അതാണ് ഏറ്റവും വലിയൊരു ഇത്. അവൻ ബ്ലൈൻഡ് ആണ്. അവൻ ഇതെല്ലാം കേട്ട്, നമ്മുടെ എപ്പിസോഡ് ഫുൾ അവൻ കേട്ട്, അവൻ ഇതെല്ലാം അറിയാം. എല്ലാവരുടെയും വോയിസും എല്ലാം അവൻ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, എക്സൈറ്റഡ് അല്ലേ? വിളിക്കട്ടെ. അപ്പൊ ആദിത്യനെ ഒരുപാട് 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 സ്നേഹത്തോടെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. ഹായ് ആദിത്യൻ. ഹായ്. മനസ്സിലായ ആരാന്ന്? പാർവതി. അപ്പൊ ഇതാണ് ആദിത്യൻ. ആദിത്യനാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻ ആണ്. ആദിത്യൻ, ഹലോ. വെൽക്കം ആദിത്യൻ. ഹലോ. അതാരാ? അനുരാധ ശ്രീറാം. മക്കളെ, ആദിത്യൻ സുഖാണോ? ശരത് സാർ. ആദിത്യ, എന്തൊക്കെയുണ്ട് വിശേഷം? ഷാനിക്ക. ആദിത്യൻ ഒരു സംഗീത സ്റ്റുഡന്റ് കൂടെ ആണ് കേട്ടോ. RLB കോളേജിൽ പഠിക്കുകയാണ്. ആദിത്യൻ എന്ത് പഠിക്കുന്നു മോനെ? BA വോക്കല്. പിന്നെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഇതിന്റെ കൂടെ? മൃദംഗാണല്ലേ? മൃദംഗവും എടുത്തു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ് ആദിത്യ. ഓക്കെ, അമ്മേ എങ്ങനെയാണ്? ആള് ഫുള്ള് ഇരുന്ന് കാണും? എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുമോ? അതെ, എല്ലാ എപ്പിസോഡും കാണുകയും ചെയ്യും. എപ്പോഴെങ്കിലും ഞങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ ആ എപ്പിസോഡ് എന്നോട് യൂട്യൂബിൽ എടുത്തു കൊടുക്കാൻ പറയും. അത് മിസ് ചെയ്യും. അത് കാണാൻ പറ്റാതെ അത് കാണാതെ അപ്പൊ അവൻ എന്നോട് പറയും അത് എടുത്ത് കൊടുക്കാൻ പറയും. അപ്പൊ ഞാൻ യൂട്യൂബിൽ എടുത്ത് അത് കാണിക്കുമോ. ഓ, ടിവിയിൽ മിസ്സായ അവൻ യൂട്യൂബിൽ ഇരുന്ന് നമ്മുടെ ഷോ കാണും. ഓക്കെ, അപ്പൊ ആദിത്യ ഇവിടെ ഫുൾ എല്ലാരും നാണം കെട്ടിരിക്കുക. ഞാൻ ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ല. ആദിത്യനാണ് ഒരു പ്രതീക്ഷ. അതെ, ഞങ്ങൾ എല്ലാവരും നാണം കെട്ടിരിക്കുക. നമുക്ക് ചോദിക്കാം. ഷാനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ഇത് തന്നെ ചോദിക്കാം. ആ ആദിത്യ, എന്തോ ശരത്തേട്ടൻ ഫസ്റ്റ് ഈ സൂപ്പർ സ്റ്റാർ വേദിയിൽ വന്നപ്പം ആ പാടിയ പാട്ട് ഏതാണ്? ഞാൻ മറന്നിട്ടില്ല. ഭാവയാമി പാടുമെന്റെ. ഇതാണോ പാടിയത്? ആ ശരത് സാറിന് ഓർമ്മയില്ല. മോൺസ്റ്റർ അതാണോ പാടിയത്? ആണെന്നാണെന്ന്. ശരത് സാർ വന്ന ദിവസം ഞാൻ പറയാം. നവംബർ 13 വന്നത്. നവംബർ 13. എന്റെ മക്കളെ പേടിപ്പിക്കല്ലേടാ. അതൊരു ബുധനാഴ്ച ആയിരുന്നു. മോനെ താങ്ക് യുട്ടാ, ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, 50ാമത്തെ എപ്പിസോഡിൽ ആരൊക്കെ ഇവിടെ പാടി എന്നുള്ളത്. പറയാം. ആ 50ാമത്തെ എപ്പിസോഡില് 50ാമത്തെ എപ്പിസോഡിൽ പോയവര് പാർത്ഥി വിശ്വനാഥും സാന്നിധ്യം. അവൻ പോയവരുടെ പേരാ പറഞ്ഞേ. ഞാൻ ചോദിച്ചത് ആരൊക്കെയാണ് ആ ദിവസം പാടിയെന്ന്. 50ാമത്തെ എപ്പിസോഡില് 50ാമത്തെ എപ്പിസോഡിൽ ആരൊക്കെ പാടി? ആരും പാടിയിട്ടില്ല. 50ാമത്തെ എപ്പിസോഡിൽ അന്ന് എലിമിനേഷൻ എപ്പിസോഡ്. അന്ന് എലിമിനേഷൻ എപ്പിസോഡ് ആയിരുന്നില്ലേ? 50 ആരും പാടിയിട്ടില്ല. അച്ചോടാ, അയ്യോ വണ്ടർഫുൾ Wonderful. മക്കളെ ഞെട്ടിയിട്ടാ. അയ്യോ. ഇനി കണ്ടൻസ്റ്റന്റ് പാടിയ പാട്ടുകളൊക്കെ പറയാം. ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, ആ. പാർവണ പാടിയ പാട്ട് ഏതാ? പാർവണ ഫസ്റ്റ് പാടിയ പാട്ട് ഏതാ? യമുന വെറുതെ. Oh my God. ആണോ പാർവണ? യമന വെറുതെയാണോ പാടിയത്? ഓക്കെ, Wow. ഇനി അടുത്ത ചോദിക്കട്ടെ. ഡേറ്റ് പറയാം. യമുന വെറുതെ പാടിയ ദിവസം ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച. ദൈവമേ. മക്കളെ എന്തോന്നടാ ഇത്? ഷോ. അടുത്ത ചോദിക്ക് പാർവതി. മക്കളെ ശ്രീഹരി പാടിയ പാട്ട് ഏതാണ് ആദ്യം? ശ്രീഹരി പത്മതീർത്ഥമേ. കറക്റ്റ്. ആ ശ്രീഹരി ആദ്യം പാടിയ പാട്ടാ പത്മതീർത്ഥമേ. ഓ, അത് ഓഗസ്റ്റ് 28 ഒരു ബുധനാഴ്ച ആയിരുന്നു. പാറേപ്പള്ളി ധ്യാനത്തിന് പോയേക്ക്. അന്നെ അടുത്ത കണ്ടൻസ്റ്റന്റ് പറ. അടുത്ത ചോദ്യം വരുന്നില്ല. ഓക്കെ, ഞാൻ ചോദിക്കാം. നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, ബദ്രി പാടിയ 3ാമത്തെ പാട്ട് ഏതാന്നറിയോ? പറയട്ടെ. സുന്ദരിയേ സുന്ദരിയേ. ആണോ ബദ്രി? എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? ഇങ്ങനെ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്നേ? എപ്പോഴാന്ന് പറയട്ടെ. സെപ്റ്റംബർ 19 വ്യാഴാഴ്ച. ഇത് സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റാബേസ് ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ മറ്റേ ഇനി ഒരു കണ്ടൻസ്റ്റന്റിന്റെ പേരും കൂടി പറ. മക്കളെ ദിയ ആദ്യം പാടിയ പാട്ട് ഏതാ? ഗോപിക നിൻവിരൽ. ആ സെപ്റ്റംബർ 3 ഒരു ചൊവ്വാഴ്ച ആയിരുന്നു. എന്തോ? സെപ്റ്റംബർ 3-ാം തീയതി ഒരു ചൊവ്വാഴ്ച ആയിരുന്നു പാടിയത്. ഗോപിക നിൻവിരൽ. ധ്രുവയോ? ധ്രുവ ആദ്യം പാടിയതോ? മാനത്തെ മഴമുകിൽ മാലകളെ. ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച. ആണോ? അതെ. ഇവനെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ചോദിക്കുന്നേ. അല്ല, നിന്റെ പേരെന്തായിരുന്നു? ആദിത്യൻ. അത് മറന്നു പോയത്. 5 മിനിറ്റ് മുമ്പ് ഓർമ്മയില്ല. ആദിത്യന് ഇവിടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന് അറിയാലോ നമുക്ക്. സർഗ. സർഗ. ആ, സർഗേനെ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കും. അതെന്താ? അച്ഛനമ്മയുടെ മോളെ നിന്റെ നീ ഫേമസ് ആ മോളെ. നീ വയറില്ല മക്കളെ. എന്റെ അമ്മ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം, കണ്ടസ്റ്റൻസിന്റെ സൗണ്ട് അവൻ ഐഡന്റിഫൈ ചെയ്യാം ആരാന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ. മധുരം ജീവാമൃത ബിന്ദു. നിവേദ് കൃഷ്ണ. പൂമാനമേ. പറയട്ടെ. ശ്രീഹരി. അപ്പൊ ഇതൊക്കെ പിള്ളേരുടെ ഒക്കെ ഇത് എന്തുമാത്രം അവന്റെ മനസ്സിലുണ്ടെന്നുള്ളതാണ്. പാർവതി, അതെ ഇളയരാഗങ്ങൾ ഹിറ്റ് റൗണ്ടിൽ പാടിയ ഏതെങ്കിലും പാട്ട് പറ. ഞാൻ അതിന് ദിവസം പറയാം. അത് ഇവക്ക് അറിഞ്ഞിട്ട് വേണ്ടേ മോനെ? അവക്കറിയണ്ടോ? ഞാൻ ചോദിക്കാം, ഇളയരാഗൻ റൗണ്ടില് ആദ്യം പാടിയത് ആരാണ്? ഏത് പാട്ട്? ബദ്രി. മണ്ണിൽ എൻട്രി കാതൽ എൻട്രി. നവംബർ 13. നമുക്ക് പോവാൻ കേട്ടോ ഇവിടെ. അതാ നല്ലത്. ഒരു മിനിറ്റ്. ആ പാട്. പാടാത്ത പാട്ട്. മൗനം പോലും മധുരം. സർഗ. നോ ഡൗട്ട്.
ദേ ഏറ്റവും ഇഷ്ടമുള്ള സർഗ ഇപ്പൊ പാടിയത്. ആ അതെ, അവന് പറഞ്ഞല്ലേ. അമ്മേ എന്ത് പറയാ. എല്ലാരും അഭിനവന് വലിയൊരു അതെ യെസ്. അഭിനവല്ല ആദ്യത്തിന് വലിയൊരു കൈയടി. അമ്മ എന്നെ ഒരു ഡേറ്റും കൂടി പറയട്ടെ പാർവതി. ആ എന്നെ ഒരു കണ്ടൻസ്റ്റന്റ് പാടിയ ഡേറ്റും കൂടി പറയാം. ചോദിക്കോ, എന്തേലും ചോദിക്കോ, അവന് ഡേറ്റ് പറയാന്ന്. ഒരെണ്ണം കൂടി. അനു ചേച്ചി ഏതെങ്കിലും ഒരു ഡേറ്റ് ചോദിച്ചോ. സർഗ ആദ്യം പാടിയ പാട്ട് ഏത് ഡേറ്റിലാണ്? 7 പൊന്നാന പുറത്തെഴുന്നള്ളും ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച. ഇത് കറക്റ്റോ റോങ്ങോന്ന് എനിക്ക് പോലും ഇപ്പൊ നമ്മക്കൊക്കെ ഈ ഓർമ്മയുണ്ടെന്ന് പറയുന്നത് ചുമ്മാതല്ലേ. 4 പേര് പറഞ്ഞു. ഇറ്റ്സ് അമേസിംഗ് ദാറ്റ് ഈ പ്രേക്ഷകർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, അതെ. ഓരോ ഡീറ്റെയിൽസും മനസ്സിൽ വെക്കുന്നു. അപ്പോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എത്രയാണ് അതൊന്ന് മനസ്സിലാക്ക് കേട്ടോ. ശോ. അല്ലേ മോനെ ആദിത്യ, കണ്ടതിൽ കൊറേ സന്തോഷം കേട്ടോ ആ മക്കളെ. അതിൽ കൊറേ സന്തോഷം. ഇല്ലാന്ന് നന്മയുണ്ടാട്ടോ നിനക്ക്. ബ്രില്യൻസ്. ബ്രില്യന്റ്. സർഗ ഒരു 2 വരി ഡെഡിക്കേറ്റ് ചെയ്യണം ആദിത്യന്. സർഗ എനിക്കൊന്ന് സർഗന്റെ ഏത് പാട്ടാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ സർഗ പാടിയതില്? വാതിൽ തുറക്കുമേ. പാടിയ ഡേറ്റ് ജനുവരി 21 ചൊവ്വാഴ്ച. അയ്യോ പിന്നെ പാടല്ലേ 2 വരിയില്ലേ? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സർഗ കമോൺ. ആ വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. സർഗ കലക്കി. ആദിത്യനൊരു 4 വരി പാടണം എന്നുണ്ടെന്ന് നമ്മുടെ പിന്നെ ഉറപ്പായിട്ടും കങ്കണമുടഞ്ഞാലെന്തോ മനെ, നിന്റെ കൊഞ്ചലിൻ വളകിലുക്കം പോരുമേ, കുണുങ്ങുന്ന കൊലുസെന്തിന്നോ മനെ, നിന്റെ പരിഭവ പിണക്കങ്ങൾ പോരുമേ. കങ്കണമുടഞ്ഞാലെന്തോ മനെ, നിന്റെ കൊഞ്ചലിൻ വളകിലുക്കം പോരുമേ, കുണുങ്ങുന്ന കൊലുസെന്തിന്നോ മനെ, നിന്റെ പരിഭവ പിണക്കങ്ങൾ പോരുമേ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. സൂപ്പർ വെരി ഗുഡ്. സൂപ്പർ മോനെ, സൂപ്പർ. ഷാനിക്ക, ഓ ഷാനിക്ക എന്തോ അയക്കാക്ക് വേണ്ടി ഒരു പാട്ട് പാടട്ടെ. പിന്നെ പഠിക്കോ. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. താങ്ക് യു ആദിത്യ, താങ്ക് യു. ബ്യൂട്ടിഫുൾ. താങ്ക് യു ആദിത്യ. ആദിത്യ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന് നമുക്ക് ആദിത്യനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും സൂപ്പർ സ്റ്റാർ ഇതുപോലെ കാണുക. ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടുന്നതായിരിക്കും. മാർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് ചോദിച്ചോളാം കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കേ. അപ്പൊ ഇതുപോലെ തന്നെ കാണണം. ഇതേ സ്നേഹം എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ആദിത്യന് നമുക്കൊരു ചെറിയ സമ്മാനം കൊടുക്കാം. എന്തായാലും ഇത്രയും സ്നേഹമുള്ള ഒരാള് നമ്മുടെ ഫ്ലോറിൽ വന്നതല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തീർച്ചയായിട്ടും. ആദിത്യൻ, ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം. എന്താ ഇത്? ഉക്കുലേലെ. ഉക്കുലേലെ എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞല്ലോ ഒന്ന് പറഞ്ഞു അതൊരു ഇൻസ്ട്രുമെന്റ് മോനെ. ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അത്. ഗിറ്റാർ അല്ലേ ഇത്? ചെറിയ ഗിറ്റാർ. ചെറിയ ഗിറ്റാർ. ഗിറ്റാറിന്റെ കുഞ്ഞു. അവന് മൃദംഗമാണ് അവൻ കൂടെ. സാരില്ല, ഇനിയിപ്പോ ഇതിലും അതെ, പഠിക്കാം. ഇതും കൂടെ പഠിക്കട്ടെ. പഠിക്കോ? പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം. താങ്ക് യു പാർവതി, ഇത്രയും പറഞ്ഞാലും എനിക്കും സന്തോഷം. താങ്ക് യു Thank you, Thank you, Thank you, Thank you, താങ്ക് യു സോ മച്ച്. ആ